ഊട്ടി മൊത്തം ഞങ്ങൾ നാളെ കറങ്ങാൻ പോകും. നാളെ പൊളിക്കും. ശരിക്കും പറഞ്ഞാല് നമുക്ക് തണുപ്പടിച്ചിട്ട് കിതച്ചിട്ട് ഈ മുകളിലേക്ക് കയറാനായിട്ട് വയ്യ എന്നതാണ് വേറൊരു പരമാർത്ഥം. എന്തൊരു തണുപ്പ് ഇതൊക്കെ. എന്റെ കയ്യൊക്കെ ആകെ വൈറ്റായി. കുതിര റൈഡ് ഉണ്ട് കേട്ടോ, കണ്ടോ? നമ്മുടെ ഊട്ടിയിലുള്ള മൊട്ടക്കുന്നിനകത്തേക്ക് നമുക്കൊന്ന് കയറട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ ഊട്ടിയിൽ ബോട്ടാനിക്കൽ ഗാർഡനും അതേപോലെ തന്നെ ടീ ഫാക്ടറി ഒരുപാടധികം സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇനി വരുന്നതാണ്. ഇവിടെയൊക്കെ കണ്ടോ ഫുള്ള് ഈ പൊന്തക്കാടായിട്ടേ നല്ല ഭംഗിയുണ്ട് റോഡൊക്കെ കാണാൻ. ഇത് നമ്മൾ നേരത്തെ കമ്പം വാങ്ങിയ ചേട്ടൻ. എടാ ചാറ്റ. നമ്മൾ ഊട്ടിയിലുള്ള മൊട്ടക്കുന്നിനകത്തേക്ക് നമുക്കൊന്ന് കയറട്ടോ. ഇവിടെ കുതിര റൈഡ് ഉണ്ട് കേട്ടോ, കണ്ടോ? ഇതൊരു കുതിരനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്ത് കുറച്ചധികം കുതിരകളുണ്ട്. ആ റൈഡേഴ്സൊക്കെ മറ്റ് ഈ ഭാഗത്തോട്ടാണ് പോകുന്നത് കേട്ടോ. 100 രൂപയാണ് ഒരാൾക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എല്ലാം മൂവ് ചെയ്യാം. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ ഇനി വെൻലോക്ക് ഡൗൺ നാച്ചർ ട്രെയിൽ ഒന്ന് കാണാനായിട്ട് പോവാട്ടോ. ഇനി ഇതിനുള്ളിലേക്കാണ് പോകാനുള്ളത്. അത്യാവശ്യം ഇരുട്ടക്കായി തുടങ്ങിയിട്ടുണ്ട്. അതെ, നാഫ് ഓടി വരുന്നുണ്ട്. അല്ല, എന്തിനാണ് ഓടി വരുന്നത് മനസ്സിലായില്ല. അടുത്ത ഷെരീഫൊക്കെ ഓടണേ. എന്തിനാണ് ഓടണേ? നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു മൊട്ടക്കുന്നതൊക്കെ ഒരു വ്യൂ പോയിന്റ് തന്നെ കേട്ടോ. അപ്പൊ മച്ചന്മാരെ നമ്മള് ഊട്ടിയിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു അടിപൊളി മൊട്ടക്കൊന്നും നമ്മൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലെ വ്ളോഗ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ താഴെ അവിടെയാണ് ഇതിന്റെ മുകളിൽ ഒരുപാട് ആളുകൾ. ഇന്നൊരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ആയിട്ടുകൂടി ഇവിടെ ഒരുപാട് ആളുകളാണ്. ശരിക്കും പറഞ്ഞാലേ നമുക്ക് തണുപ്പടിച്ചിട്ട് കിതച്ചിട്ട് ഈ മുകളിലേക്ക് കയറാനായിട്ട് വയ്യ എന്നതാണ് വേറൊരു പരമാർത്ഥം. ഇനി ഇവിടെ നമ്മള് ഫോട്ടോ ഒക്കെ ആരംഭിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാം. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക്, ഈ മൊട്ടക്കുന്നിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ കണ്ടോ ഒരു സ്വിറ്റ്സർലൻഡിനെ പോലെ തോന്നിപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനവിടെ പോയിട്ടുണ്ടെന്ന്. പോയിട്ടില്ല, പോകാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് പൈക്കൾ കണ്ടോ, പൈക്കൾ അവിടെ മേയുന്നുണ്ട് കേട്ടോ. കുറച്ച് അധികം ഫാമിലി ആ ഭാഗത്തുണ്ട്, കുറേ അധികം ഫാമിലികൾ ഈ ഭാഗത്തുണ്ട്. ഒരുപാട് അപ്പുറത്തേക്ക് പോകാനുണ്ട്. മാത്രമല്ല നമ്മൾ ഈ ഒരു സമയത്തോടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഹെവിയസ്റ്റ് തണുപ്പാണ്, ഒരു രക്ഷയില്ല. കൈയൊക്കെ ഏതാണ്ട് മരവിച്ച പോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇതൊരു സ്റ്റീൽ ടൈപ്പ് ഇരുമ്പാണ്. നല്ല തണുപ്പുണ്ട്. കയ്യെ കണ്ടോ, റെഡ് കേട്ടോ. എന്തൊരു തണുപ്പ് ഇതൊക്കെ. എന്റെ കയ്യൊക്കെ ആകെ വൈറ്റായി. റെഡ് നോക്കിയതാ. റെഡ് ഇതായിട്ടാടാ. അപ്പൊ മച്ചന്മാരെ ഇനി കാണാൻ പോകുന്നത്
ഊട്ടി മൊത്തം ഞങ്ങൾ നാളെ കറങ്ങാൻ പോകും. നാളെ പൊളിക്കും. നാളെ വിളിക്കാനുള്ള. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നാളത്തെ മോർണിംഗ്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്. ഇതാണ് നമ്മുടെ നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. നടക്കാണ് അല്ല നിങ്ങൾ എന്തെങ്കിലും നടക്കണം. ഇവിടെ റൂം കിട്ടിയാ ഇവിടെ ഒരു ഗ്യാപ്പ്. ഇവിടെ ഒറ്റ വില്ലയിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ അടുക്കള കേട്ടോ. അടുക്കളയ്ക്കുള്ള സെറ്റപ്പുണ്ട്. ഇതുള്ളത് ഊട്ടി ചായ, ഒരു കെറ്റിൽ ചായ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ ഈ സൈഡിൽ നമുക്കൊരു റൂം വരുന്ന ഈ സൈഡിലാണ്. ഇവിടെ കണ്ടോ നല്ല കുഴപ്പമില്ലാത്തൊരു ഒരു അലമാരി, കുഴപ്പമില്ലാത്തൊരു അലമാരി ഇവിടെ ഉണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഒരു അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഈ ഊട്ടി ടൗണിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വിട്ടിട്ടാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ബെഡും കാര്യങ്ങളും വരുന്നത്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ബാത്റൂം. ഹീറ്റർ സാധാ പോലെ തന്നെ എല്ലാ സെറ്റപ്പോടും നല്ല വൃത്തിയോട് കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ബുക്കിങ്ങിനായിട്ട് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം. കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണ്. അടിവളക്കിലും കണ കയ്യാലേ പോയ പോക്ക്